ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു PSC ഇന്റർവ്യൂ നടക്കുന്ന, അതുമല്ലെങ്കിൽ ഒരു വലിയ ഗൾഫ് കമ്പനിയുടെ ഇന്റർവ്യൂ നടക്കുന്ന ഒരു മുറി നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. ആ ഇന്റർവ്യൂ ബോർഡിന് പുറത്ത് 2 ആളുകൾ തങ്ങളുടെ ഊഴം കാത്തിരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ആള് വളരെ കഴിവുള്ള, ആ ജോലി ചെയ്യാൻ കൃത്യമായിട്ട് യോഗ്യതകളുള്ള ഒരാളാണ്. പക്ഷേ സംസാരിക്കുമ്പോൾ അയാൾക്ക് വലിയ ആത്മവിശ്വാസമില്ല. തനിക്ക് എല്ലാം അറിയാം എന്ന് പറയാൻ അയാൾക്ക് വലിയ മടിയാണ്. ഇനി രണ്ടാമത്തെ ആളോ വലിയ കഴിവുകളൊന്നുമില്ലാത്ത ഒരു സാധാരണ ശരാശരി ആളാണ്. പക്ഷെ അയാൾ സംസാരിക്കുന്നത് വലിയ ആത്മവിശ്വാസത്തോടെയാണ്. തനിക്ക് തീർച്ചയായിട്ടും ആ ജോലി ചെയ്യാൻ കഴിയും എന്ന ഭാവമാണ് അയാൾക്കുള്ളത്. ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഇതിൽ ആർക്കായിരിക്കും ജോലി കിട്ടാൻ കൂടുതൽ സാധ്യത? യഥാർത്ഥ കഴിവുള്ള അയാൾക്കോ അതോ ആത്മവിശ്വാസം കാണിച്ച അയാൾക്കോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ വിചാരിക്കുന്ന അത്ര ലളിതമല്ല എന്നുള്ളതാണ്. ഇതൊരു അഹങ്കാരിയാകാൻ നിങ്ങളെ ഉപദേശിക്കുന്ന വീഡിയോ അല്ല എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. മനുഷ്യൻ്റെ സൈക്കോളജിയുടെ വളരെ ഇരുണ്ടതും അല്പം അസ്വസ്ഥതയുണ്ടാക്കുന്നതുമായിട്ടുള്ള ചില വശങ്ങൾ പരിശോധിക്കാൻ മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പലപ്പോഴും ആത്മവിശ്വാസത്തെ യഥാർത്ഥ കഴിവായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് എന്നും വളരെ വിനയത്തോടെ നിൽക്കുന്ന കഴിവുള്ള ആളുകൾ എപ്പോഴും താഴെപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില സമയങ്ങളിൽ അല്പം അഗ്രസീവായിട്ട് നിങ്ങളെ തന്നെ അവതരിപ്പിക്കുന്നത് പെട്ടെന്നൊരു മുൻതൂക്കം കിട്ടാൻ സഹായിച്ചേക്കാം. പക്ഷേ അത്തരം അഹങ്കാരം അതുപോലെ പകർത്തിയാൽ അത് വലിയ അപകടത്തിലേക്കായിരിക്കും നിങ്ങളെ കൊണ്ടെത്തിക്കുക. ഒരു സൈക്കോളജിക്കൽ രീതി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശദീകരിക്കുന്നത് ഒരിക്കലും അതൊരു നല്ല സ്വഭാവമാണെന്ന് പറയുന്നതിന് തുല്യമല്ല. ഒരു സ്വഭാവം എന്ന നിലയിൽ അഹങ്കാരം വളരെ മോശം തന്നെയാണ്. എങ്കിലും ഇന്നത്തെ ലോകത്ത് എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മനുഷ്യരുടെ തലക്കുള്ളിലേക്ക് നോക്കി അവരുടെ യഥാർത്ഥ ബുദ്ധിയോ കഴിവോ അവരെത്രത്തോളം തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നോ മനസ്സിലാക്കാൻ ആർക്കും സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ വെച്ചാണ് ആളുകൾ ഒരാളുടെ കഴിവ് അളക്കുന്നത്. നിങ്ങൾ സംസാരിക്കുന്ന രീതി, നിങ്ങളുടെ ശബ്ദത്തിൻ്റെ ടോണ്, ബോഡി ലാംഗ്വേജ്, കണ്ണുകളിൽ നോക്കി സംസാരിക്കാനുള്ള കഴിവ്, പിന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലുള്ള ഉറപ്പ് എന്നിവയൊക്കെയാണ് ആളുകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. സൈക്കോളജി റിസർച്ചുകളെല്ലാം പറയുന്നത് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം കാണിക്കുന്ന ആളുകളെ കാണുമ്പോൾ അതവരുടെ യഥാർത്ഥ കഴിവായിട്ട് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ സംസാരിക്കുന്ന ഭാഷയെ ഇല്യൂഷൻ ഓഫ് കോമ്പിറ്റൻസ് എന്ന് വിളിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ 10ൽ 10 മാർക്കും കിട്ടാൻ അർഹതയുള്ള കഴിവുള്ള ഒരാൾ വിനയം കാരണം തനിക്ക് 5 മാർക്കിൻ്റെ കഴിവേ ഉള്ളൂ എന്ന് പറയുമ്പോൾ 10ൽ 6 മാർക്കിൻ്റെ മാത്രം കഴിവുള്ള മറ്റൊരാൾ തനിക്ക് 10ൽ 10 മാർക്കിൻ്റെ കഴിവുണ്ടെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നു. പലപ്പോഴും ഇൻ്റർവ്യൂകളിലും പുതിയ ബിസിനസ് മീറ്റിങ്ങുകളിലുമൊക്കെ ഈ ആത്മവിശ്വാസം കാണിക്കുന്ന ആളുകളെ കമ്പനികൾ പെട്ടെന്ന് തിരഞ്ഞെടുത്തേക്കാം. ഈ കോൺഫിഡൻസ് പലപ്പോഴും മികച്ച ഒരു ആദ്യത്തെ ഇംപ്രഷൻ ഉണ്ടാക്കാൻ സഹായിക്കും, യഥാർത്ഥ കഴിവ് പെട്ടെന്ന് അളക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വലിയ ആത്മവിശ്വാസം കാണിച്ച് നിങ്ങൾക്കൊരു ജോലി നേടിയെടുക്കാനോ ഒരു മുറിക്കുള്ളിലേക്ക് കടക്കാനോ കഴിഞ്ഞേക്കാം. പക്ഷേ പിന്നീട് ജോലിയിൽ തുടർച്ചയായിട്ട് മോശം പെർഫോമൻസ് നൽകുകയും കള്ളം പറയുകയും തെറ്റുകൾ പറയുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും അഹങ്കാരത്തോടെ പെരുമാറുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വിശ്വാസ്യതയെ വല്ലാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, അപ്പോൾ ജീവിതത്തിൽ വിജയിക്കാൻ ഞാൻ അഹങ്കാരിയാകണമോ? ഇതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ഭാഗം ഇനിയാണ് വരാൻ പോകുന്നത്. അഹങ്കാരം ഒരു ശീലമാക്കി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. വളരെ ബുദ്ധിമാന്മാരും കഴിവുള്ളവരുമായിട്ടുള്ള ആളുകൾ എപ്പോഴും തങ്ങളെ തന്നെ സംശയിച്ചു കൊണ്ടിരിക്കും എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. കാരണം തങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. സൈക്കോളജി ഇതിനെ ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് വിളിക്കുന്നു. കഴിവില്ലാത്തവരെന്നല്ല ഇതിനർത്ഥം. താൻ വലിയ ആളാണ് എന്ന് മറ്റുള്ളവർ കരുതുമോ എന്ന ഭയം കാരണവും എല്ലാ ക്രെഡിറ്റും താൻ തന്നെ എടുക്കുന്നത് ശരിയല്ല എന്ന ചിന്ത കാരണവും ഇവരെപ്പോഴും തങ്ങളുടെ കഴിവുകളെ പുറത്തു കാണിക്കാൻ മടിക്കുന്നു. ഒരു അവസരം വരുമ്പോൾ അവർ 100 തവണ സ്വന്തം CV വീണ്ടും പരിശോധിക്കും, അപ്ലൈ ചെയ്യാൻ മടിക്കും, താൻ ഇനിയും ഇതിന് തയ്യാറായിട്ടില്ല എന്ന് സ്വയം പറയും. വിനയമുള്ളവർക്ക് കഴിവില്ലെന്നല്ല ഇതിനർത്ഥം, മറിച്ച് താൻ വലിയ ആളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളായി മറ്റുള്ളവർ തന്നെ കാണുമോ എന്ന പേടി കാരണമാണ് അവർ പലപ്പോഴും ഒതുങ്ങിക്കൂടുന്നത്. എന്നാൽ അഹങ്കാരം കാണിക്കുന്ന ആളുകൾക്ക് ഇത്തരം പേടികൾ ഉണ്ടാകാറില്ല. കാരണം അവർക്ക് ഒരു തെറ്റ് പറ്റിയാൽ ഉടനെ അത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് എന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റാണെന്നോ അവർ വളരെ എളുപ്പത്തിൽ മാറ്റി പറയും. ഇതവർക്ക് ജന്മന കിട്ടിയ വലിയൊരു കഴിവൊന്നുമല്ല, മറിച്ച് തങ്ങളുടെ തെറ്റുകൾ അംഗീകരിക്കാനുള്ള പേടി മറച്ചു വെക്കാൻ അവരുപയോഗിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം മാത്രമാണ് ഈ അഹങ്കാരം.
തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഇത്തരം ആളുകൾക്ക് പെട്ടെന്നൊരു പരാജയത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞേക്കാം. പക്ഷേ സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്തത് കൊണ്ട് അവർ പുതിയ കാര്യങ്ങളൊന്നും തന്നെ പഠിക്കുന്നില്ല. എപ്പോഴും ഒരേ തെറ്റുകൾ ആവർത്തിക്കുകയും ആളുകൾക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യും. ഇവരുടെ കൂടെ ജോലി ചെയ്യാനോ ജീവിക്കാനോ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വ്യത്യാസമുണ്ട്. മോശമായിട്ടുള്ള അഹങ്കാരവും സ്വന്തം കഴിവിനെക്കുറിച്ചുള്ള ബോധ്യവും രണ്ടും രണ്ടാണ്. ടോക്സിക് അറഗൻസ് അഥവാ മോശമായിട്ടുള്ള അഹങ്കാരം എന്ന് പറയുന്നത് താൻ വലിയ ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ എപ്പോഴും തരം താഴ്ത്തി സംസാരിക്കുന്നതാണ്. ഇവരൊരിക്കലും സ്വന്തം തെറ്റുകൾ അംഗീകരിക്കില്ല. എന്ത് പ്രശ്നം വന്നാലും അത് കൂടെ ജോലി ചെയ്യുന്നവരുടെയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരുടെയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെയോ കുഴപ്പമാണ് എന്ന് പറയും. എല്ലാവരും തങ്ങളെ പ്രത്യേകം പരിഗണിക്കണമെന്നും തങ്ങളോട് ആരും എതിരഭിപ്രായം പറയരുതെന്നും ഇവർ വാശി പിടിക്കും. മറ്റുള്ളവരെ കേൾക്കുന്നതിന് പകരം എപ്പോഴും തങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം. ഒരു ഓഫീസിൽ വളരെ ഉറക്കെ സംസാരിക്കുകയും മീറ്റിങ്ങുകളിൽ എപ്പോഴും തിളങ്ങി നിൽക്കുകയും എല്ലാ വിജയങ്ങളുടെയും ക്രെഡിറ്റ് സ്വന്തമാക്കുകയും ചെയ്യുന്ന ഒരാളെ ആദ്യഘട്ടത്തിൽ മാനേജർക്ക് വലിയ ഇഷ്ടമായേക്കാം. പക്ഷേ സമയം കഴിയും തോറും കൂടെ ജോലി ചെയ്യുന്നവർ ഇവർക്ക് വിവരങ്ങൾ കൈമാറാൻ മടിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആരും ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വരില്ല. എപ്പോഴാണ് ഇവർ പരാജയപ്പെടുന്നത് എന്ന് കാണാൻ വേണ്ടി മാത്രം ആളുകൾ കാത്തിരിക്കും. ഇനി ഒരു കുടുംബത്തിലാണെങ്കിലോ താൻ പറയുന്നതാണ് എപ്പോഴും ശരിയെന്ന് വാശി പിടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ തുടക്കത്തിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ബാക്കിയുള്ളവർ നിശബ്ദരായിട്ട് ഇരുന്നേക്കാം. എന്നാൽ കാലക്രമേണ പങ്കാളി ഇവരോട് സത്യങ്ങൾ തുറന്നു പറയാൻ മടിക്കും. സഹോദരങ്ങൾ ഇവരിൽ നിന്ന് അകലം പാലിക്കും. കുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾ ഇവരിൽ നിന്നും ഒളിച്ചു വെക്കാൻ തുടങ്ങും. ഒരേ വീട്ടിൽ ജീവിക്കുമ്പോൾ തന്നെ ഇവർ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടും. ഇത്തരം അഹങ്കാരം ആളുകളിൽ പേടിയോ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയോ ഉണ്ടാക്കിയേക്കാം. പക്ഷേ ഒരിക്കലും സ്നേഹമോ വിശ്വസ്തതയോ ബഹുമാനമോ ഉണ്ടാകില്ല. ജീവിതത്തിൽ വലിയൊരു പരാജയമോ സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അസുഖങ്ങളോ വരുമ്പോൾ ഇവർ നിരന്തരം അപമാനിച്ച ആളുകൾ ഇവരെ സഹായിക്കാൻ വൈകാരികമായിട്ട് തയ്യാറായി എന്ന് വരില്ല. നിരന്തരമായിട്ട് മോശം സ്വഭാവം കാണിക്കുന്നവർക്ക് ഇതൊരു വലിയ തിരിച്ചടിയായിട്ട് മാറുക തന്നെ ചെയ്യും. ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഉയർന്ന സെൽഫ് എഫിഷ്യസി അഥവാ സ്വന്തം കഴിവുകളിലും പരിശ്രമത്തിലുമുള്ള യാഥാർത്ഥ്യബോധ്യമുള്ള ഉറച്ച വിശ്വാസം എന്ന് പറയുന്നത്. ഇതിനർത്ഥം നിങ്ങളുടെ കഴിവുകൾ എന്താണെന്നും നിങ്ങളുടെ പരിമിതികൾ എന്താണെന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. മറ്റുള്ളവരെ അപമാനിക്കാതെ തന്നെ നിങ്ങളുടെ വില എന്താണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. നിങ്ങൾ ചെയ്ത ജോലിയുടെ ക്രെഡിറ്റ് നിങ്ങൾ തന്നെ ചോദിച്ചു വാങ്ങുമ്പോൾ മറ്റുള്ളവരുടെ ക്രെഡിറ്റ് നിങ്ങൾ മോഷ്ടിക്കുന്നില്ല. തെറ്റുകൾ പറ്റുമ്പോൾ വൈകാരികമായിട്ട് തളർന്നു പോകാതെ അത് അംഗീകരിക്കാനും ആരുടെയും മുന്നിൽ നിങ്ങളുടെ ആത്മാഭിമാനം അടിയറവ് വെക്കാതെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും ഇതിലൂടെ സാധിക്കും. ആരെയും തരം താഴ്ത്താതെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാൻ കഴിയും. അതിരുകൾ നിശ്ചയിക്കുമ്പോഴും മറ്റുള്ളവരെ അപമാനിക്കാതിരിക്കാൻ ഇവർ എപ്പോഴും ശ്രദ്ധിക്കും. ചുരുക്കത്തിൽ ഒരാൾ എത്ര ഉറക്കെ സംസാരിക്കുന്നു എന്നതിലല്ല വ്യത്യാസം ഇരിക്കുന്നത്. മറ്റുള്ളവരുടെ വില കുറച്ച് കാണിച്ചുകൊണ്ടാണോ നിങ്ങളുടെ ആത്മവിശ്വാസം നിലനിൽക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആശയവിനിമയ ടൂളാണ് കോൺഫിഡൻസ് മാസ്ക് എന്ന് പറയുന്നത്. ഇതൊരു സ്ഥിരമായിട്ടുള്ള വ്യക്തിത്വമോ അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കാനുള്ള വഴിയല്ല, മറിച്ച് സെൽഫ് അഡ്വക്കസി അഥവാ നിങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള ഒരു മാർഗം മാത്രമാണ്. ബാങ്ക്, PSC അല്ലെങ്കിൽ ഗൾഫ് ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുമ്പോൾ, നിങ്ങളുടെ ശമ്പളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ക്ലയൻറ്റ് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ, നിങ്ങൾക്ക് അർഹതപ്പെട്ട പ്രൊമോഷൻ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നവരുടെ മുന്നിൽ നിങ്ങളുടെ ഒരു ഐഡിയ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ആത്മവിശ്വാസം ഉപയോഗിക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പില്ല അല്ലെങ്കിൽ ഇത് ശരിയായിരിക്കണമെന്നില്ല, ഞാൻ ചെറിയൊരു ശ്രമം മാത്രമാണ് ചെയ്തത് തുടങ്ങിയ വാക്കുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത്തരം സംശയങ്ങൾ അത്യാവശ്യമായിട്ടുള്ള ഇടങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ടുള്ള റിസൾട്ടുകൾ വെച്ച് സംസാരിക്കുക. നല്ല ഐ കോണ്ടാക്റ്റ് നിലനിർത്താനും വളരെ സാവധാനം വ്യക്തതയോടെ സംസാരിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിൽ ഒരിക്കലും മാപ്പ് പറയേണ്ടതില്ല. പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയാമെന്ന് പറയുകയും തെറ്റുകൾ പറ്റാത്ത ആളാണ് എന്ന് നടിക്കുകയും ചെയ്യരുത്. അതുപോലെ മറ്റുള്ളവർ ചെയ്ത ജോലിയുടെ ക്രെഡിറ്റ് ഒരിക്കലും സ്വന്തമാക്കരുത്. കൂടെയുള്ളവരെയോ എതിരാളികളെയോ അപമാനിക്കാനും പാടില്ല. വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിക്കാനും ശ്രമിക്കരുത്. ഇതൊരിക്കലും ആളുകളെ പറ്റിക്കലല്ല, മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ മറച്ചു വെക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുക മാത്രമാണ്. എന്നാൽ ചില പ്രത്യേക ഇടങ്ങളിൽ നിങ്ങൾ ഈ കോൺഫിഡൻസ് മാസ്ക് പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റേണ്ടതുണ്ട്.
നിങ്ങളുടെ പങ്കാളിയുടെ കൂടെ ആയിരിക്കുമ്പോൾ, മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ഒപ്പം സമയം ചെലവഴിക്കുന്ന സമയത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടും വിശ്വസിക്കാൻ കഴിയുന്ന സഹപ്രവർത്തകരോടും സംസാരിക്കുമ്പോൾ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ, മറ്റുള്ളവർ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായൊരു തെറ്റ് പറ്റിയ സമയത്ത് ഈ മാസ്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ കേൾക്കുന്നതും നിങ്ങളുടെ തെറ്റുകൾ അംഗീകരിക്കുന്നതും വിനയത്തോടെ പെരുമാറുന്നതും നിങ്ങളുടെ വലിയൊരു ശക്തി തന്നെയാണ്. അതൊരിക്കലും ഒരു ദൗർബല്യമല്ല എന്ന് മനസ്സിലാക്കണം. ഒരിക്കലും ഒരു അഹങ്കാരിയായിട്ട് മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉറക്കെ സംസാരിക്കുന്നതാണ് ശക്തി എന്ന് തെറ്റിദ്ധരിക്കരുത്. വിനയം എന്ന പേരിൽ നിങ്ങളുടെ യഥാർത്ഥ കഴിവുകളെ ഒരിക്കലും കുഴിച്ചു മൂടരുത്. മറ്റൊരാളുടെ വില കുറച്ച് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്താൻ ശ്രമിക്കരുത്. നിങ്ങളുടെ യഥാർത്ഥ വില എന്താണെന്ന് വ്യക്തമായിട്ട് സംസാരിക്കാൻ പഠിക്കുക. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും വിനയം കാത്തു സൂക്ഷിക്കുക. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക. നിങ്ങൾക്ക് തെറ്റുപറ്റുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ബന്ധങ്ങൾ നശിപ്പിക്കാതെ തന്നെ നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ പഠിക്കുക. വിനയം എന്നത് തീർച്ചയായിട്ടും വളരെ മഹത്തായിട്ടുള്ള ഒരു മാനുഷിക മൂല്യം തന്നെയാണ്. പക്ഷെ ഇന്നത്തെ ഈ മത്സരം നിറഞ്ഞ ലോകത്ത് അമിതമായിട്ടുള്ള വിനയം കാണിക്കുന്നത് കഴിവുള്ള പല ആളുകളെയും ആരും ശ്രദ്ധിക്കാതെ പോകാൻ കാരണമാകും. നിങ്ങൾ അർഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് അഹങ്കാരമല്ല, നിങ്ങളുടെ കഴിവ് മറച്ചു വെക്കാതെ വ്യക്തതയോടെയും ആത്മവിശ്വാസത്തോടെയും അവതരിപ്പിക്കാനുള്ള ശേഷിയാണ്. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ കൂടുതൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും താഴെ കമൻറ്റിൽ പങ്കുവെക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.